സ്റ്റാൻഡേർഡ് 9-ലെ യൂണിറ്റ് 1 സ്ട്രക്ചർ ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ ഘടന. ഹേയ്, ദിസ് ഈസ് ദ ആറ്റം മോഡൽ റൈറ്റ്? ഓ, ഇത് ആറ്റം മാതൃകയാണല്ലോ. യെസ്, ദർ ആർ അതർ മോഡൽസ് ടു. അതെ, ഇതല്ല, ഇനിയും ആറ്റം മാതൃകകളുണ്ട്. ലുക്ക് അറ്റ് ദ പിക്ചർ. ഈ ചിത്രത്തിലേക്ക് നോക്കൂ. ഹിയർ ദ സ്റ്റുഡൻറ് ആർ ഡിസ്കസിങ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. Can you identify the atom in the substances that are familiar to you? ലുക്ക് അറ്റ് വെച്ചാൽ എന്താണ്? ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കാനാണ് പറയുന്നത്. ഹിയർ ദ സ്റ്റുഡൻസ് ആർ ഡിസ്കസിങ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം. അവരെന്തിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്? സ്ട്രക്ചർ ഓഫ് ആറ്റം, ആറ്റം മാതൃകകളെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ആറ്റം ഇൻ ദ സബ്സ്റ്റൻസ് ദാറ്റ് ആർ ഫാമിലിയർ ടു യു? ഇതിൽ ഏതൊക്കെ ആറ്റങ്ങളിലെന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയോ? നമുക്ക് നോക്കാം. അനലൈസ് ടേബിൾ 1.1 കണ്ടല്ലോ. ഷുഗറിൽ എന്തെല്ലാം കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഘടകമൂലകങ്ങൾ. എന്തെല്ലാം ഘടകമൂലകങ്ങളാണ് ഇതിലുണ്ടാവുക? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി കെമിക്കൽ ഫോർമുല ഓഫ് ദ മോളിക്യൂൾ. എന്താണ് ഇതിൻ്റെ തന്മാത്രയുടെ രാസസൂത്രം? എന്താണ്? കാർബൺ 12, ഹൈഡ്രജൻ 22, ഓക്സിജൻ 11. ഓക്കെ ആണല്ലോ. ഇനി റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ആറ്റംസ്. ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം എങ്ങനെയാണ്? അത് ഈ താഴെ ഏതെങ്കിലും നമ്പേഴ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളിവിടെ എടുത്ത് എഴുതിയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി ഗ്ലൂക്കോസിൽ എന്തെല്ലാം എലമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്താണ്? C6H12O6. താഴെയുള്ള നമ്പറാണോ ഇവിടെ എഴുതിയത്? മുമ്പത്തെ പോലെ അല്ല. എന്താണ് ഇവിടെ? ഇതിൻ്റെ ഒക്കെ പകുതിക്ക് വന്നു. 1, 2, 1. 1:2, 2:1 അതാണ് അനുപാതം വന്നിട്ടുള്ളത്. ഇനി വാട്ടറിലോ ഹൈഡ്രജൻ, ഓക്സിജൻ H20. 2:1. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ. Molecules are particles which show all the properties of the substance and have a free existence. എന്താണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും വേണം, അതുപോലെ സ്വതന്ത്രമായി നിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് എന്ത്? തന്മാത്ര അഥവാ മോളിക്യൂൾ. ഓക്കെ ആണല്ലോ. അത് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് നമുക്ക് പഠിക്കാം. ഇനി ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസസ് ഡിഫർ? എന്താണ്? തന്മാത്രകൾ എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? മോളിക്യൂൾ എങ്ങനെയെല്ലാമാണ് ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? ദ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾ. എങ്ങനെയാണ് തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ? ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ആറ്റംസ് ഇൻ ദം. എന്താണ്? ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം. അപ്പോൾ അതും നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിക്കേണ്ടതാണ്. ഇനി യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മോളിക്യൂൾസ് ആർ ഫോംഡ് ബൈ ആറ്റംസ്. അപ്പോൾ ഈ ദ മോളിക്യൂൾ അല്ലെങ്കിൽ മോളിക്യൂൾ തൊട്ടൊന്ന് നമ്മൾ അണ്ടർലൈൻ ചെയ്തിടുക. മോളിക്യൂൾ ആർ ഫോംഡ് ബൈ ആറ്റംസ് എന്നാണ്. തന്മാത്ര നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ആറ്റം കൊണ്ടാണ്. യു ഹാവ് ലേൺഡ് ദാറ്റ് ആറ്റംസ് കണ്ടെയ്ൻ പാർട്ടിക്കിൾസ് സ്മോളർ ദാൻ ദം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻറ്റ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? എന്താണ്? ആറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ അടങ്ങിയിട്ടുള്ള പ്രധാന കണങ്ങൾ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ. പഠിച്ചിട്ടില്ലേ നമ്മൾ? ന്യൂട്രോൺ. അപ്പോൾ അതിന് നമ്മൾ ഈ 3 സംഭവങ്ങൾ നമ്മൾ എന്ത് പറയും? ദീസ് ആർ നോൺ ആസ് സബ് ആറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയും. എന്താണ് ഇത്? എന്ത് പറയും നമ്മൾ? സബ് ആറ്റോമിക് കണങ്ങൾ എന്നറിയപ്പെടും. അപ്പോൾ അതിന് നമുക്ക് അണ്ടർലൈൻ ചെയ്ത് പഠിക്കാം. ഇന്ന് നോക്കി. ഡിസ്ചാർജ് ദ എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ഡിസ്കവർ ഓഫ് ഇലക്ട്രോൺസ്. In 1875, William Crookes, the physicist, conducted experiments by passing electricity at high voltage through a glass tube in which both sides are fixed with metal plates as electrodes. എന്താണ്? 1875 വില്യം ക്രൂക്സ് എന്ന ശാസ്ത്രജ്ഞൻ 2 ഭാഗത്തും, അതായത് 2 സൈഡിലും ലോഹത്തകിട്, അത് ഇരുമ്പാവാം, അങ്ങനെയുള്ള എന്തെങ്കിലും ലോഹത്തകിടുകളുള്ള ഗ്ലാസ് ട്യൂബിലൂടെ ഉയർന്ന വോൾട്ടേജിൽ, മാക്സിമം വോൾട്ടേജിൽ അവർ കറണ്ട് കടത്തി വിട്ടുള്ള പരീക്ഷണം നടത്തി. ആസ് എയർ ഈസ് ആൻ
insulator, electricity does not pass through the air in the tube at normal pressure. But when the tube was evacuated, gradually it was seen that electricity passed through it when a perforated positive electrode used a light green glow was observed on the zinc sulfide coated glass was behind it. The glow is due to the rays emitted from the cathode. These rays came to be known as cathode rays. Scientists conducted more experiments on cathode rays and identified their various characteristics. വായു ഒരു വിദ്യുദ്രോധിയാണ്, അല്ലെങ്കിൽ ഇൻസുലേറ്ററാണ്. സാധാരണ മർദ്ദത്തിൽ ട്യൂബിലെ വായുവിലൂടെ വൈദ്യുതി കടന്നു പോകില്ല. വായു കുറച്ചായി നീക്കം ചെയ്ത ശേഷം മർദ്ദം കുറയും. അപ്പോൾ എന്തുണ്ടാവും? ട്യൂബിലൂടെ കറണ്ട് കടന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലേ? സുഷിരങ്ങളുള്ള പോസിറ്റീവ് ഇലക്ട്രോഡ് ഉപയോഗിച്ചാൽ അതിന് പുറകിലുള്ള സിങ്ക് സൾഫൈഡ് പൂശിയിട്ടുള്ള ഗ്ലാസ് മൂലം ഭിത്തി ഇളം പച്ച നിറത്തിൽ തിളങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. കാഥോഡിൽ നിന്ന് പുറപ്പെടുന്ന ഈ രശ്മികളാണ് തിളക്കത്തിന് കാരണം. ഈ രശ്മിയെ നമ്മൾ എന്ത് പറയും? കാഥോഡ് രശ്മി എന്ന് പറയുന്നു. അപ്പം നമുക്ക് അവിടെ നിന്നിട്ട് പഠിക്കാവുന്നതാണ് അല്ലേ? അണ്ടർലൈൻ ചെയ്യാം. നമുക്ക് ആസ് എയർ തൊട്ട് അണ്ടർലൈൻ ചെയ്യാം. നെക്സ്റ്റ് പേജിൽ കാഥോഡ് റൈസ് വരെ നമുക്ക് അണ്ടർലൈൻ ചെയ്ത് ക്ലോസ് ചെയ്യാം. ഇത്രയും ഭാഗങ്ങൾ നന്നായി മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ഭാഗം അടുത്ത ദിവസം പഠിക്കാം.